ഹലോ ഗൈസ്, വെൽക്കം ടു എയർകൃഷൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ ഈ ഒരു മൂവിയുടെ എൻഡിങ് എക്സ്പ്ലനേഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആൾറെഡി ഈ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ സ്പോയിലർ റിവ്യൂ ചോദിക്കുന്നുണ്ട്, അത് നമുക്ക് ഉടനെ ചെയ്യാം. ഓക്കെ, അപ്പം ഒരു സ്പോയിലർ അലർട്ട് ഞാൻ പറയുകയാണ്, കാരണം എൻഡിങ് എക്സ്പ്ലനേഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പം നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു മൂവിയിൽ വന്ന് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഇല്ല. ഓക്കെ, ചില ആൾക്കാർ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് അതില്ല. ബട്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്, കാരണം ആൾറെഡി പടത്തിന് ഒരു ലീഡ് കൊടുത്തിട്ടുണ്ട് അവരുടെ ഫ്യൂച്ചർ മൂവീസിന് വേണ്ടി. ഇനി അഥവാ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ നേരത്തെ അറിഞ്ഞേനെ, കാരണം WBL അവർ നേരത്തെ TV സ്പോട്ടിൽ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ റിവീൽ ചെയ്തേനെ. ഓക്കെ, എനിവേസ് നമുക്കിപ്പോൾ എൻഡിങ്ങിലോട്ട് കിടക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഈ പടത്തിൽ നടന്ന മെയിൻ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പം ഹാളോ എർത്തിൽ നമ്മുടെ കോങ് ആണുള്ളത്. സോ ഹാളോ എർത്തിൽ കോങ് വന്നിപ്പോൾ ഒരു എലോൺ ആയിട്ടാണുള്ളത്, കാരണം പുള്ളിക്ക് സംസാരിക്കാനോ ആരുമില്ല. അവിടെ കുട്ടി കുട്ടി മോൺസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആൾറൗണ്ട് നമ്മുടെ കോങ് വന്ന് അവിടെ എലോൺ ആയിട്ടാണുള്ളത്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ കോങ് വന്ന് ഈ ഒരു ഹാളോ എർത്തിൽ മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നത്. സോ ആ ഒരു സ്ഥലത്ത് വെച്ചാണ് കോങ് ഈ സൂക്കോയെ മീറ്റ് ചെയ്യുന്നത്. കൂടെ സൂക്കോ വഴി ബാക്കിയുള്ള ഏപ്സിനെ നമ്മുടെ കോങ് മീറ്റ് ചെയ്യാൻ അവിടെ ഒരു ചെറിയൊരു ഫൈറ്റൊക്കെ നടക്കും. ബട്ട് ആ ഒരു ഏപ്സിനൊക്കെ നമ്മുടെ കോങ് ഈസിയായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ. സോ ഇവിടെ വെച്ചാണ് കോങ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, താനല്ല തൻ്റെ ഇനത്തിൻ്റെ അവസാനത്തെ ആൾ, തൻ്റെ ഇനത്തിലുള്ള ആൾക്കാർ ഇനിയും ജീവനോടെ ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മുടെ കോങ് മനസ്സിലാക്കുകയാണ്. സോ അങ്ങനെ സൂക്കോ വഴി നമ്മുടെ കോങ് എന്തെന്ന് വെച്ചാൽ ഒരു സ്കാർക്കിംഗ് ഉള്ളൊരു പ്ലേസിൽ എത്തിച്ചേരുകയാണ്. അവിടെ വെച്ചാണ് ഈ ഒരു ബാക്കിയുള്ള ഏപ്സിനെ നമ്മുടെ കോങ് കാണുന്നത്. സോ ഇവിടെ കാണുന്ന സമയത്ത് നമ്മുടെ കോങ്ങിന് സന്തോഷിക്കണോ അതോ വിഷമിക്കണോ എന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഇനത്തിലുള്ള ആൾക്കാരെ കണ്ടിരിക്കുകയാണ്, ബട്ട് അവർ വന്നിപ്പം അടിമകളായിട്ടാണുള്ളത്, ഒരു വലിയൊരു ഈവിലായിട്ടുള്ള ഏപ്സിൻ്റെ അടിമയായിട്ടാണുള്ളത് എന്നുള്ളൊരു കാര്യം നമ്മുടെ കോങ് മനസ്സിലാക്കുകയാണ്. സോ ഇവിടെ കോങ് എന്തെന്ന് വെച്ചാൽ അവരെ വന്ന് ഈ ഒരു അടിമത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരണം എന്നൊരു തീരുമാനം കോങ് എടുക്കുകയാണ്. സോ അവിടെ കോങ് എന്തെന്ന് വെച്ചാൽ നേരെ ഇറങ്ങി പോവേണ്ട അവിടെ വെച്ച് നമ്മൾ സ്കാർക്കിംഗ് വരികയാണ്. അങ്ങനെ സ്കാർക്കിംഗ് വേഴ്സസ് കോങ് ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഫൈറ്റ് വന്ന് സൂപ്പറായിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോങ് ആൾമോസ്റ്റ് സ്കാർക്കിങ്ങിന് തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഫൈറ്റ് ചെയ്തത്. ബട്ട് ഇവിടെ എന്താണ് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കാർക്കിങ്ങിൻ്റെ കൈവശമുള്ള വെപ്പണാണ്. കാരണം കോങ്ങിൻ്റെ കയ്യിലിരിക്കുന്ന ആക്സ് ആണ്, അത് വന്നൊരു ഷോർട്ട് റേഞ്ച് വെപ്പണാണ്. ബട്ട് സ്കാർക്കിങ്ങിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ചാട്ടവാറാണ്, അതൊരു മിഡ് റേഞ്ച് വെപ്പണാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്റിൽ ആക്സ് വെച്ച് സ്കാർക്കിങ്ങിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന കാര്യം അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം കോങ്ങിന് ഇവിടെ ഏകദേശം പിടിയിട്ടിട്ടുണ്ട്. ബട്ട് സ്കാർക്കിങ്ങിൻ്റെ കൈവശം വേറൊരു വജ്രമായിട്ടുണ്ട്, അതാണ് നമ്മുടെ ഷീമോ. അങ്ങനെ ഷീമോ വന്ന് പുള്ളിയുടെ ആ ഒരു ഫ്രീസ് ബ്രെത്ത് യൂസ് ചെയ്ത് നമ്മുടെ കോങ്ങിൻ്റെ കൈ വന്ന് ഫ്രീസാക്കി വിടാൻ നല്ലവണ്ണം ഡാമേജ് ആവുകയാണ്. അതിനുശേഷം നമ്മുടെ കോങ് അവിടെ നിന്ന് എങ്ങനെയൊക്കെ എസ്കേപ്പായി വെളിയിൽ വരികയാണ്. അങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി വന്ന കോങ് നേരെ മനുഷ്യരുടെ അടുത്താണ് വരുന്നത്. സോ അവരെന്തെന്ന് വെച്ചാൽ നമ്മുടെ കോങ്ങിനാണെങ്കിൽ ബീസ്റ്റ് ഗ്ലൗസ് കൊടുക്കുകയാണ്. സോ ഈ ബീസ്റ്റ് ഗ്ലൗസ് വഴി നമ്മുടെ കോങ്ങിൻ്റെ ആ ഒരു കൈയുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആ ഒരു കൈ ഒരുവിധം അത് ഹീലും ആക്കി കൊടുക്കുന്നുണ്ട്, ഒരു ഇലക്ട്രിസിറ്റി പവർ നമ്മുടെ കോങ്ങിന് കിട്ടിയിട്ടുണ്ട്. സോ ബട്ട് ഇവിടെ കോങ് വേറൊരു കാര്യം മനസ്സിലാക്കിയത്, കാരണം സ്കാർക്കിങ്ങിൻ്റെ കൈവശം ക്ഷീമം ഉണ്ട്, ഒറ്റയ്ക്ക് കോങ്ങിനെ കൊണ്ട് സ്കാർക്കിങ്ങിന് ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോങ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗോഡ്സിലെ തേടി പോവുകയാണ്. നേരെ ആ ഒരു ഹാലോ എടുത്ത് പോർട്ടൽ വഴി നമ്മുടെ ആ ഒരു പിരമിഡ് ഉള്ളില്ല ആ ഒരു ഇടത്ത് വരെയാണ്. സോ അവിടെ വെച്ച് ഗോഡ്സിലേക്ക് കാണുകയാണ്. ബട്ട് ഗോഡ്സിലെ എന്തെന്ന് വെച്ചാൽ കോങ്ങിനെ കണ്ടുവരുന്ന കോങ്ങിൻ്റെ കൂടെ ഫൈറ്റിന് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർഫേസ് എർത്തിനെ റൂൾ ചെയ്യുന്നത് ആരെന്ന് വെച്ചാൽ നമ്മുടെ ഗോഡ്സിലെയാണ്. സർഫേസ് എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഗോഡ്സിലെയാണ്, ഹാലോ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കോങ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് കോങ് നേരെ ഈ ഒരു സർഫേസ് എർത്തിൽ വന്നിട്ട് ഗോഡ്സിലേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം നമ്മളെ ഗോഡ്സിലെ വന്ന് നേരെ കോങ്ങിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഗോഡ്സിലെ അടുത്ത ആരെ അടിക്കാതെ പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അപ്പോൾ കോങ്ങിന് കിട്ടിയപ്പോൾ കോങ്ങിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാണ്. ബട്ട് ഈ ഫൈറ്റ് വന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു, കാരണം കോങ്ങിൻ്റെ കൈവശം ഇപ്പം നമ്മുടെ ബീസ്റ്റ് ഗ്ലൗസ് ഉണ്ട്, അത് വെച്ച് ഗോഡ്സിലേക്ക് നല്ല ടഫ് കൊടുക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഗോഡ്സിലെ അടിച്ച് വാലിപ്പിടിച്ച് നിരക്കിക്കൊണ്ട് പോകുന്ന ഒരു സീനുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ നെറ്റിപ്പോയി, ഗോഡ്സിലെ തോപ്പിച്ച എന്ന് തോന്നിപ്പോയി. ബട്ട് എനിക്ക് ആ സീന് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ മൂവിയിൽ ബാറ്റ്മാൻ ആണെങ്കിൽ സൂപ്പർമാനെ വലിച്ചിട്ട് പോവില്ലേ, സോ ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. ബട്ട് ഇവിടെ ഉള്ളത് നമ്മുടെ ഗോഡ്സിലെയാണ്. ഗോഡ്സിലെ പുള്ളിയുടെ അറ്റോമിക് ബ്രീത്തൊക്കെ യൂസ് ചെയ്യുന്നത്, അത് മാത്രമല്ല ഗോഡ്സിലെ തൻ്റെ ഇവോൾവ് ആയ ഫോമിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ കോങ്ങിനെ ഗോഡ്സിലെ അടിച്ച് നൂത്തൊരു മൂലയിട്ട് നെഞ്ചത്ത് കാലും വെച്ച് അറ്റോമിക് ബ്രീത്ത് വിടാൻ പോവുകയാണ്. സോ ആ ഒരു സമയമാണ് നമ്മുടെ ആ ഒരു ഗോൾഡൻ മാത്രയുടെ എൻട്രി. സോ മാത്രയെ കണ്ടുവരുന്ന തന്നെ നമ്മുടെ ഗോഡ്സിലെ കൂൾ ഡൗൺ ആവുകയാണ്. അതിനുശേഷം നമ്മുടെ ഗോഡ്സിലെയും കോങ്ങും മാത്രമേ ഇവർ ഒരുമിച്ച് നേരെ ഒരു ഹാലോ എർത്ത് പോർട്ടൽ വഴി നമ്മുടെ സ്കാർക്കിംഗ് ഉള്ള ഇടത്തോട്ട് പോവുകയാണ്. സോ അവിടെ വെച്ചാണ് ഒരു മാരക ഫൈറ്റ് എടുക്കുന്നത്. നമ്മുടെ ഗോഡ്സിലെയും ഷീമോയും തമ്മിൽ ഫൈറ്റ്, നമ്മുടെ സ്കാർക്കിങ്ങും കോങ്ങും തമ്മിലൊരു ഫൈറ്റ്, കിട്ടില്ല ഫൈറ്റ് ആയിരുന്നു. സോ ആ ഒരു ഹാലോ എർത്ത് തന്നെ ആൾമോസ്റ്റ്
കിടുങ്ങുന്ന രീതിയിലുള്ള ഫൈറ്റായിരുന്നു പറഞ്ഞാൽ ആ ഒരു ഫൈറ്റ് സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇവരെല്ലാവരും കൂടെ പോർട്ടിൽ വരി വീണ്ടും നമ്മുടെ സർഫേസ് എർത്തിലോട്ട് വരികയാണ്. ബട്ട് ആ ഒരു സമയം നമ്മുടെ കോങ്ങിൻ്റെ ആ ഒരു ആക്സ് അവിടെ പെട്ടു പോവുകയാണ്. സോ ആ സർഫേസ് എർത്ത് വന്നതിന് ശേഷം ഇവിടെ വീണ്ടും ആ ഫൈറ്റ് ഭയങ്കരമായിട്ട് കണ്ടിന്യൂ ആവുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെയുള്ള നിറയെ ആൾക്കാർ ചത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1,00,000-ഓളം ആൾക്കാർ എന്തായാലും ആ ഒരു സമയം ചത്തിട്ടുണ്ട്. അങ്ങനെ അമ്മാതിരി ഫൈറ്റാണുള്ളത്. സോ ഫൈറ്റ് സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ കോങ്ങും സ്കാർക്കിങ്ങും ഒരു മാരക ഫൈറ്റ് അടയ്ക്കുകയാണ്. ബട്ട് കോങ്ങിൻ്റെ കൈവശം ബാറ്റിൽ ആക്സ് ഇല്ല. ബട്ട് എന്നാലും കോങ് സ്കാർക്കിങ്ങിന് ടഫ് കൊടുക്കുകയാണ്. ഇവിടെ ഷേമോൻ്റെ കൂടെ ഗോഡ്സിലെ വേറെ ലെവലായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ബട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇത് അങ്ങോട്ട് സ്വിഫ്റ്റ് ആവും. അതായത് ഷീമോ വന്ന് നേരെ നമ്മുടെ കോങ്ങിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യും. നമ്മുടെ സ്കാർക്കിങ് ഏതെന്ന് വെച്ചാൽ നമ്മുടെ ഗോഡ്സിലെ അടുത്ത് ഫൈറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു അതാണ് സ്കാർക്കിങ് ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് തോന്നുന്നത്. കാരണം ഗോഡ്സിലെ കോങ് അല്ല, ആ കാര്യം സ്കാർക്കിങ് മറന്നു എന്ന് തോന്നുന്നു. കാരണം ഗോഡ്സിലെ അടുത്ത് സ്കാർക്കിങ് ഫൈറ്റിന് പോയ സമയത്ത് ഗോഡ്സിൽ തൂക്കി പറക്കിയിട്ട് സ്കാർക്കിങ്ങിന് അടിക്കും. അതും സ്കാർക്കിങ്ങിൻ്റെ ആ വെപ്പനല്ലേ ചാട്ടവറ, അത് പൊട്ടിച്ച് നമ്മുടെ ഗോഡ്സിലെ കളയും. സോ അത് പൊട്ടിച്ച് കളഞ്ഞപ്പോൾ എന്ത് സംഭവമെന്ന് വെച്ചാൽ അതിലുള്ള ക്രിസ്റ്റൽ വെളിയിൽ പോവുകയാണ്. കാരണം ആ ഒരു ക്രിസ്റ്റലാണ് നമ്മുടെ ഷീമോനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അത് വെളിയിൽ പോയതോടെ നമ്മുടെ ഷീമോ ഫ്രീ ആവുകയാണ്. ആ ഒരു സമയം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ സൂക്കോ അല്ലേ, സൂക്കോ വന്ന് കോങ്ങിൻ്റെ ആ ഒരു ബാറ്റിൽ ആക്സ് ഹാള എടുത്ത് കിടക്കുന്ന കാര്യം കാണാൻ ഇവ എന്തെന്ന് വെച്ചാൽ അതും എടുത്ത് ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ബാറ്റിൽ ആക്സ് വെച്ച് ആ ക്രിസ്റ്റലിനെ അങ്ങോട്ട് അടിച്ച് പൊട്ടിക്കും. സോ അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ഷീമോ വന്ന് പെർമനൻ്റ് ആയിട്ട് തന്നെ ഫ്രീ ആവുകയാണ്. അതോടെ നമ്മുടെ കോങ് ഇവിടെ ആൾമോസ്റ്റ് ജയിച്ചു. എന്നിട്ട് കോങ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കാർക്കിങ്ങിനെ പിടിച്ച് തൂക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഷീമോ എന്തെന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു ഫ്രോസ്റ്റ് ബ്രീത്ത് യൂസ് ചെയ്ത് സ്കാർക്കിങ്ങിനെ കംപ്ലീറ്റ്ലി ഫ്രീസ് ആക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കോങ് എന്തെന്ന് വെച്ചാൽ സ്കാർക്കിങ്ങിനെ തൂക്കിയെടുത്ത് തറയിൽ ഒരു അടി പീസ് ആവുകയാണ്. സോ ഇവിടെ സ്കാർക്കിങ് അങ്ങോട്ട് ഡെഡ് ആവുകയാണ്. അതോടെ ഒരു ഹാപ്പി എൻഡിങ് ഇവിടെ നടക്കുകയാണ്. നമ്മുടെ ഷീമോ ഫ്രീ ആയി ഗോഡ്സില നേരെ പുള്ളിയുടെ ഇടത്തോട്ട് പോവുകയാണ്. നമ്മുടെ കോങ് നേരെ ഹാളോ എർത്തിലോട്ട് വരികയാണ്. സോ ഇവിടെ ഹാളോ എർത്തിൽ വന്ന കോങ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഇപ്പോൾ കോങ് വന്ന് കിങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ സ്കാർക്കിങ്ങിൻ്റെ പൊസിഷനിൽ കോങ് വന്നിട്ടുണ്ട്. കൂടാതെ കോങ്ങിൻ്റെ കൂടെ സൂക്കയുണ്ട്. പിന്നെ നമ്മൾ ഷീമോ വന്ന് കോങ്ങിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഞാൻ വിചാരിച്ച ഷീമോ പോവുമായിരിക്കുന്നതാണ് വിചാരിച്ചത്. ബട്ട് സ്റ്റിൽ ഷീമോ കോങ്ങിൻ്റെ കൂടെ നിൽക്കുകയാണ്. കോങ്ങിൻ്റെ കൺട്രോളിലല്ല ഷീമോ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ. ഇതിനാണെന്ന് അറിഞ്ഞുകൂടെ. അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ കോങ് വന്നിപ്പോൾ സാധാരണ കോങ് അല്ല, കിങ് കോങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒഫീഷ്യലി നമ്മുടെ കോങ് വന്നിപ്പം കിങ് കോങ് ആണ്. ഇനി ആരും കോങ് എന്ന് പറയണ്ട, കിങ് കോങ് എന്ന് പറഞ്ഞാൽ മതി. കാരണം കോങ് ഇപ്പോൾ കിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഹാലോവർത്തിൻ്റെ കിങ് ആണിപ്പം നമ്മുടെ കോങ്. അപ്പോൾ ഇതൊക്കെയാണ് പടത്തിൻ്റെ ഒരു എൻഡിങ്ങും കാര്യങ്ങളൊക്കെ. ഇനി എന്തായാലും ഫ്യൂച്ചറിൽ മൂവീസ് വരും. അപ്പം അതാലോചിച്ച് ആരും പേടിക്കണ്ട. അപ്പം ഈ എൻഡിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റിലൊന്ന് പറഞ്ഞേക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കോങ് വന്ന് കിങ് കോങ് അതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.